സംസ്ഥാനത്തെ കാഴ്ചപരിമിതിയുള്ള ആദ്യ ന്യായാധിപയാകാൻ ഒരുങ്ങി കണ്ണൂർ സ്വദേശി താന്യ. കേരള ജുഡീഷ്യൽ സർവീസിൽ സിവിൽ ജഡ്ജിമാരുടെ തെരഞ്ഞെടുപ്പിനായുള്ള പരീക്ഷയിൽ താന്യ 1ാം റാങ്ക് സ്വന്തമാക്കി. 24 വയസ്സിലാണ് താന്യ ചരിത്രത്തിന്റെ ഭാഗമാകുന്നത്. താനിയ ഒരു മാതൃകയാണ്. അകക്കണ്ണിന്റെ വെളിച്ചത്തിൽ നീതിയും ന്യായവും കണ്ടെത്തിയും വിധി കൽപ്പിക്കാൻ ഇനിയും ന്യായാധിപയുടെ കുപ്പായത്തിൽ കോടതി മുറിക്കുള്ളിൽ ഉണ്ടാവും. താനിയ, ആദ്യം തന്നെ അഭിനന്ദനങ്ങൾ. ഇതൊരു ചരിത്ര നേട്ടമാണ്. അതിനെ എങ്ങനെ കാണുന്നു? തീർച്ചയായിട്ടും വളരെ സന്തോഷമുണ്ട്. കാരണം ജുഡീഷ്യൽ സർവീസ് പോലുള്ളൊരു വൺ ഓഫ് ദ മോസ്റ്റ് ടഫസ്റ്റ് എക്സാം ക്ലിയർ ചെയ്യാൻ പറ്റിയതിൽ വളരെ ഹാപ്പിയാണ്. യെസ്. ഇതിന്റെ ഒരു എക്സാം എങ്ങനെയായിരുന്നു ശരിക്കും? ജുഡീഷ്യൽ സർവീസ് എക്സാം എന്ന് പറയുന്നൊരു 3 ടയർ എക്സാം ആണ്. പ്രിലിംസ് ഉണ്ടാവും, മെയിൻസ് ഉണ്ടാവും, അത് കഴിഞ്ഞ് ഇന്റർവ്യൂ. പ്രിലിംസ് എന്ന് പറയുമ്പോൾ ഒബ്ജക്റ്റീവ് ടൈപ്പ് ആയിരിക്കും. അപ്പോൾ അതിൻ്റെ ഒരു ബുദ്ധിമുട്ട് എന്താ വെച്ചാൽ ഒരു ആൻസർ മാത്രമേ കറക്റ്റ് ആൻസർ കാണുള്ളൂ. അത് നമ്മൾ പിക്ക് ചെയ്ത് എഴുതുക. പിന്നെ മെയിൻസ് എന്ന് പറയുമ്പോൾ ഡിസ്ക്രിപ്റ്റീവ് ആണ്. 4 പേപ്പർ ഉണ്ടാവും, അത് എഴുതുക, കണ്ടിന്യൂസ് ആയിട്ട് എഴുതിക്കൊണ്ടിരിക്കുക. പിന്നെ അത് കഴിഞ്ഞിട്ട് ഷോർട്ട് ലിസ്റ്റ് ചെയ്തിട്ടാണ് ഇന്റർവ്യൂ വിളിക്കുന്നത്. അത് ഹൈക്കോർട്ടിലെ ജഡ്ജസ് ആണ് നമ്മൾ ഇന്റർവ്യൂ ചെയ്യുന്നത്. 24ാം വയസ്സിലാണ് ഇങ്ങനെ ഒരു നേട്ടത്തിലേക്ക് എത്തുന്നത്. അതിന്റെ ഒരു സന്തോഷമുണ്ട്. തീർച്ചയായിട്ടും ഒരു യങ്ങർ സ്റ്റേജിൽ ഒരു സർവീസിലോട്ട് ക്വാളിഫൈ ചെയ്യാൻ പറ്റിയതിൽ വളരെ സന്തോഷമുണ്ട്. കഴിഞ്ഞ വർഷമാണ് സുപ്രീം കോടതി ഇങ്ങനെ കാഴ്ച പരിമിതർക്കും ഈ പരീക്ഷ എഴുതാം എന്നൊരു തീരുമാനത്തിലേക്ക് വരുന്നത്. അത് തന്നെയല്ലേ ശരിക്കും ഗുണമായി? ഇറ്റ്സ് ലൈക്ക് സ്വപ്നം കാണാൻ പോലും പറ്റാത്ത ഒരു പൊസിഷൻ ആണല്ലോ. നമുക്ക് സിസ്റ്റം തന്നെ അതിന് അനുവദിക്കാതിരിക്കുമ്പം അതിനെപ്പറ്റി ആലോചിക്കാൻ പോലും പറ്റില്ല. പക്ഷേ ഈ ഒരു ഹോണറബിൾ സുപ്രീം കോടതിയുടെ ഒരു ജഡ്ജ്മെന്റ് വന്നത് കാരണമാണ് നമുക്ക് എക്സാമിന് അപ്പിയർ ചെയ്യാനും ഒക്കെ പറ്റിയത്. ഇത്രയും കാലം നമ്മൾ വാദിക്കുകയായിരുന്നു ഒരു കേസ് ഒരാൾക്ക് വേണ്ടി. ഇതിപ്പോൾ അങ്ങനെയല്ല, നമ്മൾ അതിൻ്റെ ഒരു തീരുമാനത്തിലേക്ക് എത്തണം എന്നതാണ്. അപ്പോൾ അതിനെ എങ്ങനെയാണ് കാണുന്നത്? ആ ഒരു തീരുമാനമെടുക്കാനുള്ള ആ ഒരു നിയോഗത്തെ എങ്ങനെ കാണുന്നു? തീർച്ചയായിട്ടും അത് എല്ലാവർക്കും മീൻസ് നമുക്ക് എന്തെങ്കിലും ഒരു ഭാഗ്യം കൊണ്ട് വന്നു ചേർന്നതായിരിക്കാം. അതിൻ്റെ ഒപ്പം തന്നെ അധ്വാനം ഉണ്ട്. പിന്നെ വാദിക്കുക എന്ന് പറയുമ്പോൾ നമ്മൾ എങ്ങനെയെങ്കിലും നമ്മളുടെ കക്ഷീനെ പ്രൂവ് ചെയ്യുക എന്നതാണ് നമ്മൾ മാക്സിമം ശ്രമിക്കുക, ബീങ് ആൻ അഡ്വക്കേറ്റ്. പക്ഷെ ഒരു ജഡ്ജ് ആവുന്ന സമയത്ത് 2 സൈഡും കൂടെ നമ്മൾ കണക്കിലെടുത്ത് അങ്ങനെയാണ് ഒരു അൾട്ടിമേറ്റ് ഡിസിഷനിലേക്ക് വരുന്നത്. അപ്പോൾ ആ ഒരു വ്യത്യാസം തീർച്ചയായിട്ടും അതിലുണ്ടാവും. മുന്നോട്ടുള്ള യാത്രയിൽ എല്ലാ ആശംസകളും. അങ്ങനെ താനിയ ഒരു ചരിത്രത്തിന്റെ ഭാഗമായി കൂടി മാറുകയാണ്. ഇനി സർക്കാർ ഉത്തരവിനായി കാത്തിരിക്കുന്നു. ഉത്തരവ് വന്നാലുടൻ ജഡ്ജിയായി മാറും. കണ്ണൂരിൽ നിന്ന് വിനോദ് മൊറാനയ്ക്കൊപ്പം ഫെലിക്സ്, മാതൃഭൂമി ന്യൂസ്.